ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ആൻസ് എന്നുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. ഇതൊരു പോയമാണ്. ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തുടർന്നുള്ള ആക്ടിവിറ്റീസുമാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. Here is a poem about ants. Read and enjoy. നമുക്കിവിടെ ആൻസിനെ കുറിച്ചുള്ള ഒരു പോയമാണ് തന്നിട്ടുള്ളത്. ആൻസ് എന്ന് വെച്ചാൽ അറിയാലോ മക്കളെ, ഉറുമ്പുകൾ അല്ലെ. അപ്പൊ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? അതിൽ നമ്മൾ യൂണിറ്റിയെ കുറിച്ചാണ് അല്ലെ പഠിച്ചിരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻബോ പീപ്പിളിലൊക്കെ യൂണിറ്റിയെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ആൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒരു യൂണിറ്റിയാണ് അല്ലെ. നമുക്ക് ഉറുമ്പുകളെ ഒറ്റയ്ക്ക് തനിയെ കാണുന്നതിലേറെ അവരെങ്ങനെയാണ് കാണുന്നത്? കൂട്ടമായിട്ടാണ്. അല്ലെങ്കിൽ അവരൊരു ഭക്ഷണം കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൂട്ടമായിട്ടാണ്. അവരെങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഇതുപോലെ ട്രാവലിംഗ് ആണെങ്കിൽ നമ്മൾ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അതെങ്ങനെയാണ്? കൂട്ടമായിട്ടാണ്. അവര് ഫുഡ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പായിട്ടാണ്, ഒരു കൂട്ടമായിട്ടാണ്. അപ്പൊ അതിലുള്ള അവരുടെ യൂണിറ്റിയെ കുറിച്ചൊക്കെ ആയിരിക്കാം ഈ പോയത്തിൽ പറയുന്നത്. റീഡ് ചെയ്ത് നോക്കൂ. Such a little thing we call the ant. It seems he has no word for can't. They will climb up, over, around and through. It seems there is nothing ants can't do. They never quit, they never stay. They always find another way to get to where they need to go. I wonder how they seem to know. This bug so small, this tiny speck, can teach us all how to earn respect. നമുക്ക് എന്താണ് പോയത്തിന്റെ മീനിങ് എന്ന് നോക്കാം. Such a little thing we call the ant. നമ്മൾ ഉറുമ്പുകൾ എന്ന് വിളിക്കുന്ന ഈ എന്താണ് ചെറിയ കൂട്ടം, such a little thing, ചെറിയൊരു കാര്യമാണ്. It seems he has no word for can't. അതിന് can't എന്നുള്ളൊരു വാക്ക് അറിയില്ല. അതായത് എനിക്ക് കഴിയില്ല എന്നൊരു വാക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. It seems അങ്ങനെയാണ് തോന്നുന്നത്. They will climb up, over. അവ മുകളിലേക്ക് കയറും. എത്ര ഉയരാണെങ്കിലും അതിന് മുകളിലേക്ക് കയറും. Around and through, it seems there is nothing ants can do. എന്നിട്ടോ അതിന് പല രീതിയിലും അവർ ചുറ്റിക്കറങ്ങും, അതിലൂടെ കടന്നു പോകും. ഉറുമ്പുകൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. They never quit. അവരൊരിക്കലും എന്താണ്? ക്വിറ്റ് ചെയ്യില്ല, വേണ്ടെന്ന് വെക്കില്ല, അതായത് ഉപേക്ഷിക്കില്ല. They never stay. അവ ഒരിക്കലും എവിടെയും നിൽക്കില്ല, സ്റ്റേ ചെയ്യില്ല. They always find another way. അവ എപ്പോഴും എന്താണ്? പോകേണ്ട സ്ഥലത്തെത്താൻ എപ്പോഴും മറ്റൊരു വഴി കണ്ടെത്തും. അതായത് നമ്മൾ ഉറുമ്പുകൾ കൂട്ടമായി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കൈ ഇങ്ങനെ വെച്ചു കൊടുത്ത് നോക്കൊണ്ടു, അവ അവിടെ നിന്ന് നേരെ വേറൊരു വഴിയിലൂടെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഫ് യു ഒബ്സർവ് ആൻഡ്സ് കെയർഫുള്ളി, നിങ്ങൾ ഉറുമ്പുകളെ വളരെ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്സിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ടു ഗെറ്റ് ടു വേർ ദേ നീഡ് ടു ഗോ. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അവർക്ക് എവിടേക്കാണോ പോവേണ്ടത്, they always find another way to get to where they need to go. അവർക്ക് എങ്ങോട്ടാണോ പോവേണ്ടത് അങ്ങോട്ട് എത്താൻ അവരും മറ്റൊരു വഴി കണ്ടെത്തും. I wonder how they seem to know this bug so small, this tiny speck. എനിക്ക് എന്താണ് ഇവയ്ക്ക് അത് എങ്ങനെ അറിയുന്നു, ഇവയ്ക്ക് അതിനെ എങ്ങനെ അറിയുന്നു എന്ന് എനിക്ക് എന്തുണ്ട്? അത്ഭുതമുണ്ട്. എന്തറിയുന്നു എന്ന്? This bug so small, ഈ ഒരു ബഗ് എന്ന് വെച്ചാൽ ചെറിയ പ്രാണി. ഓക്കെ, ഈ ഒരു ചെറിയ പ്രാണി. This tiny speck, ഈ ഒരു ചെറിയൊരു പുള്ളി. സ്പെക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു പുള്ളി. ഓക്കെ, ചെറിയൊരു പുള്ളി അല്ലെങ്കിൽ ചെറിയൊരു പൊട്ട്. Can teach us all how to earn respect. എങ്ങനെ അറിയുന്നു എന്ന് എനിക്ക് അത്ഭുതമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ എങ്ങനെ ബഹുമാനം നേടാമെന്ന് പഠിപ്പിക്കും എന്ന് ഈ ബഗ്സിന്, ഇത്രയും ചെറിയ ബഗ്സിന്, ഇത്രയും ചെറിയൊരു സ്പെക്കിന്, ഈ ഒരു ചെറിയ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ എങ്ങനെ കഴിയുന്നു, എങ്ങനെ അറിയുന്നു എന്ന് എനിക്ക് അത്ഭുതമുണ്ടെന്നാണ് പോയറ്റ് പറയുന്നത്. സോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് മക്കളെ? ആ പോയറ്റ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഉറുമ്പുകൾ ഹാർഡ് വർക്കിംഗ് ആണ്. ഉറുമ്പുകൾ അവർക്ക് പോവേണ്ട വഴി എത്ര ദുഷ്കരമായ വഴിയാണെങ്കിലും അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും അവര് ഗിവ് അപ്പ് ചെയ്യാതെ, അവരതിൽ നിന്ന് പിന്തിരിയാതെ അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്താൻ മറ്റൊരു വഴി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ക്രീച്ചർ ആയിട്ട് ആൻസ് മാറുന്നുണ്ട് എന്നാണ് പോയറ്റ് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. The poet says that ants don't know the word can't. Why? പോയറ്റ് ഇതിൽ പറയുന്നുണ്ട് ഉറുമ്പുകൾക്ക് can't, കഴിയില്ല എന്നുള്ളൊരു വാക്ക് അറിയില്ല. അതെന്തുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ പറയുന്നത്? Because they always find a way to do their job. They are hard working and never give up. കാരണം അവർക്ക് അവരുടെ ജോലി ഫിനിഷ് ആക്കാൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി അറിയാം.
അതുകൊണ്ടാണ് പോയിറ്റ് അങ്ങനെ പറയുന്നത്. മാത്രവുമല്ല അവരെന്താണ് ആൻസ് ഭയങ്കര ഹാർഡ് വർക്കിംഗും ആണ്. പിന്നെ അവരൊരിക്കലും പിൻവാങ്ങില്ല, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറില്ല. അതുകൊണ്ടാണ് പോയിറ്റ് അവർക്ക് കാണ്ട് എന്നുള്ള വേർഡ് അറിയില്ല എന്ന് പറയുന്നത്. Question 2. In what ways do ants show their strength even though they are small? ഉറുമ്പുകൾ ചെറുതാണെങ്കിൽ കൂടെ അവ അവരുടെ കരുത്ത് തെളിയിക്കുന്നത്, സ്ട്രെങ്ത് തെളിയിക്കുന്നത് എങ്ങനെയാണ്? Ants work together and never give up even though they are small. ഉറുമ്പുകൾ എന്താണ്, ചെറുതാണെങ്കിൽ കൂടി അവ വളരെയധികം എന്താണ്, കൂട്ടത്തോടു കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അവരൊരിക്കലും പിൻവാങ്ങാതിരിക്കുകയും പിന്മാറാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. Question 3. What lesson can you learn from the life of ants? നിങ്ങൾക്ക് ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠം എന്താണ്? They teach us to work hard, help others, work as a team and to never give up. അവര് നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒരു കൂട്ടമായിട്ട് വർക്ക് ചെയ്യാനും ഒരിക്കലും തോൽക്കാതിരിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. ഇൻ ദ പോയം ആൻഡ്സ് ദ വേർഡ്സ് ആൻഡ് കാണ്ട് ആർ റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പാഠത്തില് ആൻഡ് കാണ്ട് എന്നത് എന്താണ്, ഒരു റൈമിംഗ് വേർഡ് ആണ്. അപ്പൊ റൈമിംഗ് വേർഡ് എന്താണ് നമ്മൾ എല്ലാ ചാപ്റ്ററിലും പറയുന്നതാണ്. എന്താണ്, സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന 2 ലൈനുകളിൽ അടുപ്പിച്ചുള്ള ഒരുമിച്ചുള്ള 2 ലൈനിൽ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണ് റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഉണ്ട് ഈ പോയത്തിൽ. ഏതൊക്കെയാണ്? ത്രൂ, ഡു, സ്റ്റേ, വേ, ഗോ, നോ. ഇതെല്ലാം സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന റൈമിംഗ് വേർഡ്സിന് എക്സാമ്പിൾ ആണ്. ആക്ടിവിറ്റി 2. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു റിഡിൽ തന്നിട്ടുണ്ട്, കടങ്കഥ തന്നിട്ടുണ്ട്. അത് വായിച്ച് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ഞാന് രാത്രി ആകാശത്ത് തിളങ്ങും. ബ്രൈറ്റ് ആൻഡ് ഫാർ. വളരെ ദൂരത്തിലാണ്, ബ്രൈറ്റ് ആയിട്ട് തിളങ്ങും. ഹൈ ഇൻ ദ സ്കൈ. ഉയർന്ന ആകാശത്തിലാണുള്ളത്, വളരെ ഹൈറ്റ് ഉള്ള ആകാശത്തിലാണുള്ളത്. ആൻഡ് മെയ്ഡ് പാറ്റേൺസ് അറ്റ് നൈറ്റ്. എന്നിട്ടോ ഞങ്ങൾ തിളങ്ങിയിട്ട് പാറ്റേണുകൾ, രാത്രി പല പാറ്റേണുകളും ഉണ്ടാക്കും. ഹു ആം ഐ. ഞാൻ ആരാണ്? സ്റ്റാർ ആണ് ആൻസർ, നക്ഷത്രങ്ങളാണല്ലേ. നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡ്, ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. ഇനി ഉറുമ്പ്, ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, ഹണി ബി, തേനീച്ച, ഇവ മൂന്നിനെയും കുറിച്ച് റിഡിൽ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തെ നോക്കാം, ആൻഡിനെ കുറിച്ച്. ഐ ആം ടൈനി ആൻഡ് സ്ട്രോങ്. ഞാൻ ചെറുതാണ്, സ്ട്രോങ് ആണ്, ബലമുള്ള ആളാണ് അല്ലെങ്കിൽ ശക്തിയുള്ള ആളാണ്. ഐ വർക്ക് ഓൾ ഡേ ലോങ്. ഞാൻ ദിവസം മുഴുവൻ വർക്ക് ചെയ്യുന്നു. വിത്ത് 6 ലിറ്റിൽ ലെഗ്സ് ഐ ക്യാരി ഫുഡ് ടു മൈ കോളനി വിത്ത് നോ ബ്രേക്സ്. 6 ചെറിയ കാലുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കോളനിയിലേക്ക് ഒരു ഇടവേള പോലും ഇല്ലാതെ ഭക്ഷണം എത്തിക്കുന്നു. വാട്ട് ആം ഐ. ഞാൻ ആരാണ്? ആൻസർ ആൻഡ് ആണ്. ഇനി അടുത്തത് ബട്ടർഫ്ലൈയെ കുറിച്ചുള്ള റിഡിലാണ് കേട്ടോ. ഐ ആം നോട്ട് എ ബേർഡ്. ഞാനൊരു പക്ഷിയല്ല, ബേർഡ് അല്ല. ബട്ട് ഐ ക്യാൻ ഫ്ലട്ടർ ഇൻ ദ സ്കൈ. പക്ഷെ എനിക്ക് ആകാശത്തിൽ ഇങ്ങനെ പറക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഫ്ലട്ടർ ചെയ്യാനായിട്ട് കഴിയും. വിത്ത് കളർഫുൾ വിങ്സ് ഐ ഡാൻസ് ഓൺ ഹൈ. എന്റെ വർണ്ണശബളമായിട്ടുള്ള ചിറകുകൾ കൊണ്ട് ഞാൻ ആകാശത്തിൽ ഉയരത്തിൽ നൃത്തം ചെയ്യും, ഡാൻസ് ചെയ്യും. വാട്ട് ആം ഐ. ഞാൻ ആരാണ്? ബട്ടർഫ്ലൈ ആണ് ആൻസർ. അടുത്തത് ഹണിബിയെ കുറിച്ചുള്ള റിഡിലാണ്. ഐ ബസ് ടു മൈ ഹൈവ് വെയർ ഐ മേക്ക് ഗോൾഡൻ ഹണി. ഞാൻ എന്റെ ഹൈവിലേക്ക്, എന്റെ കൂട്ടിലേക്ക് ഞാൻ ഗോൾഡൻ ഹണി ഉണ്ടാക്കി വെച്ച, സ്വർണ്ണ നിറത്തിലുള്ള തേന് ശേഖരിച്ചു വെച്ച എന്റെ ഹൈവിലേക്ക് ഞാൻ ബസ് ചെയ്ത് പോകും. ഈ തേനീച്ചകളുടെ ഹണിബിയുടെ ശബ്ദമാണ് എന്ത്? ബസ്. അവരുടെ മൂളുന്ന ശബ്ദമാണ് ബസ്. ഐ ഫ്ലൈ ത്രൂ ദ ഫ്ലവേഴ്സ് വെൻ ദ വെദർ ഈസ് സണ്ണി. എന്താ, കാലാവസ്ഥ നല്ല വെയിലുള്ള കാലാവസ്ഥയുടെ സമയത്ത് ഞാൻ പൂക്കളിലേക്ക് എന്ത് ചെയ്യും? പറന്ന് പോവും. ഹു വാട്ട് ആം ഐ. ഞാൻ ആരാണ്? ഹണിബി ആണ് ആൻസർ. ആക്ടിവിറ്റി 3. ലുക്ക് അറൌണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻഡ്സ് ലിവ്. നിങ്ങളുടെ വീടിന് ചുറ്റും നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഉറുമ്പുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് എഴുതുക. ഒബ്സർവ് ദം. എന്നിട്ട് അവയെ നിരീക്ഷിക്കുക. ഡ്രോ എ പിക്ചർ ഓഫ് ആൻഡ്സ് വർക്കിംഗ് ടുഗെദർ. ഉറുമ്പുകൾ കൂട്ടത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ വരയ്ക്കുക. Write a few sentences about what they are doing and how they help each other. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണോ, മറ്റുള്ളവരെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, അവർ ഈ ഗ്രൂപ്പില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ സോ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് അണ്ടർ എ ട്രീ ഇൻ മൈ ബാക്ക്യാർഡ്. ഞാൻ എന്റെ വീട്ടുമുറ്റത്തുള്ള മരത്തിന് ചുവട്ടിലായിട്ടാണ് ഉറുമ്പുകളുടെ ഒരു കൂട്ടത്തെ കണ്ടത്. When I observed them, they were collecting food
that they had brought from somewhere. ഞാൻ അവരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർ മറ്റെവിടെ നിന്നോ കൊണ്ടുവന്ന ശേഖരിച്ച ഭക്ഷണം എന്ത് ചെയ്യായിരുന്നു? കളക്ട് ചെയ്യുകയായിരുന്നു. അവര് ഒരുമിച്ച് ശേഖരിച്ച് കൂട്ടി വെക്കുകയായിരുന്നു. ഐ ഫൗണ്ട് ദെയർ ഫുഡ് അണ്ടർ എ ലീഫ്. അവര് അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നത് എവിടെയാ ഞാൻ കണ്ടത്? അണ്ടർ എ ലീഫ്, ഒരു ഇലയ്ക്കുള്ളില്, ഒരു ഇലയുടെ അടിയിൽ ശേഖരിച്ചു വെക്കുന്നതാണ് കണ്ടത്. അണ്ടർ ദാറ്റ് ലീഫ് ദർ വർ സം ആൻഡ്സ് ആൻഡ് ദെയർ എഗ്സ് ടു. ആ ഇലയുടെ താഴെയായിട്ട് തന്നെ കുറച്ച് ഉറുമ്പുകളും അതുപോലെ അവരുടെ മുട്ടകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ആൻസ് എന്നുള്ള ഈ പോയത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ഈ പോയോ ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്